നാടകം കാണാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയ സദസ്യർ, നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിലെന്ന പോലെ തന്നെ കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി സമ്പ്രദായത്തെയും ഉച്ചനീചത്വങ്ങളെയും എതിർക്കാനും കീഴാളരുടെ ഉയർച്ചയ്ക്കും വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒന്നായിരുന്നു സോമൻ എന്ന തൂലികാ നാമത്തിൽ തോപ്പിൽ ഭാസി രചിച്ച നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ഈ നാടകം. KPAC പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പുതിയ നാടകമായ ഉമ്മാച്ചുവിന്റെ ഉദ്ഘാടനവും സെപ്റ്റംബർ 10 വടകരയിൽ നടക്കും. ടൗൺ ഹാളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സെമിനാറുകൾ, നാടക സംവാദങ്ങൾ, KPAC നാടകഗാനാലാപനം, തോപ്പിൽ ഭാസി അനുസ്മരണം എന്നിവയും നടക്കും. വൈകിട്ട് 7 ഉമ്മാച്ചു നാടകം അരങ്ങേറും. സംഘാടക സമിതി രൂപവൽക്കരണ യോഗം KPAC സെക്രട്ടറി അഡ്വക്കേറ്റ് A. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. വെറും ആശയം എന്നതിനേക്കാൾ ഉപരി അതൊരു അനുഭൂതിയായി ജനങ്ങളിലേക്ക് കടത്തിവിട്ടു എന്നുള്ളതാണ് നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി ചെയ്യുന്നത്. ഒരു പ്രസംഗവും അതുപോലെ ഒരു കലാകാരൻ ഒരു അനുഭൂതി കാണികളിൽ ഉണ്ടാക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അനുഭൂതിയിലൂടെ ഒരു ആശയം ഹൃദയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു കർഷകത്തൊഴിലാളി സ്ത്രീ പിന്നീട് അവർക്ക് മോശപ്പെട്ട ഒരു അനുഭവം വരുമ്പോൾ അവരുടെ മനസ്സിങ്ങനെ വരും. മൂളിപ്പാട്ടുമായി തമ്പ്രാൻ വരുമ്പോൾ ചൂളാതെങ്ങനെ നെല്ലടി പെണ്ണെ, ചൂളാതെങ്ങനെ നെല്ലടി പെണ്ണെ, നിന്റെ കയ്യിലിരിക്കുന്ന കൊയ്ത്തരിവാണ് കൊയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, എതിർക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. ഈ അർത്ഥത്തിൽ സാധാരണക്കാരെ, പെണ്ണാളുകളെ, അതുപോലെ ദരിദ്ര കൃഷിക്കാരെ, അതുപോലെ സാധാരണ കൂലിപ്പണിക്കാരെ, കൂന്താളിപ്പണിക്കാരെ, അവരെയൊക്കെ ആവേശം കൊള്ളിക്കാൻ ഇത് നമ്മുടെ കഥയാണ്, ഇത് നമ്മുടെ ജീവിതമാണ്. ഈ ജീവിതം മാറാൻ എന്ത് ചെയ്യണം? ആ കുടിജീവിതങ്ങളെ ഞാൻ പൊക്കി പിടിക്കട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം മാറാനുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിഹ്നം എന്ന രീതിയിലാണ് അവസാനം ആ നാടകം. തോപ്പിൽ ഭാസി വെളിയിൽ വരുമ്പോഴേക്കും തോപ്പിൽ ഭാസി ഒരു വിപ്ലവകാരി എന്നതിനേക്കാൾ ഉപരി ഒരു വലിയ നാടകത്തായി മാറിക്കഴിഞ്ഞു, ഒരു ജനകീയ നാടകത്തായി മാറിക്കഴിഞ്ഞു, ഒരു വലിയ കലാകാരനായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അംഗീകാരമാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന് KPAC നിന്നും ഒട്ടേറെ നാടകങ്ങൾ എഴുതാൻ ഒക്കെ കഴിഞ്ഞത്. അദ്ദേഹം ആണ് KPAC ജനഹൃദയങ്ങളിൽ എത്തിച്ചത്. വടകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ PK സതീശൻ അധ്യക്ഷത വഹിച്ചു. EK വിജയൻ MLA, VT മുരളി, അഡ്വക്കേറ്റ് P വസന്തം, TP ബാലൻ, തയ്യുള്ളതിൽ രാജൻ, ഡോക്ടർ ശശികുമാർ പുറമേരി, PP രാജൻ, EV വത്സൻ, അഡ്വക്കേറ്റ് P ഗവാസ്, സുരേഷ് ബാബു ശ്രീസ്ഥ, സോമൻ മുതുവന തുടങ്ങിയവർ സംബന്ധിച്ചു. TK വിജയരാഘവൻ, P സുരേഷ് ബാബു, R സത്യൻ, NM ബിജു, E രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെയർമാനായി P ഹരീന്ദ്രനാഥിനെയും ജനറൽ കൺവീനറായി NM ബിജുവിനെയും ട്രഷററായി R സത്യനെയും തെരഞ്ഞെടുത്തു. കണ്ടറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോ